എന്താ മാഡം, എന്ത് പറ്റി നിങ്ങളുടെ മോക്ക്? അത് വേറൊന്നുമല്ല, അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കഥകിന്റെ ഇടയിൽ വിരല് പെട്ടിട്ട് വലിയൊരു മുറിവുണ്ടായി. അതുകൊണ്ട് അവളെയും കൂട്ടി വന്നതാ. മോളെ ദാ ആ റൂമിലാ കിടത്തിയിരിക്കുന്നത്. ഓ അങ്ങനെയാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഇപ്പൊ കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ നീ പോയി വിക്രമനെ വിളിച്ചോണ്ട് വാ. ശരി, വിളിക്കാം. ശരി, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം മോനെ. ശരി. വിക്രം, നീ എന്തോടെ ചെയ്തോണ്ടിരിക്കുന്നത്? വിക്രം, ഇത് പരിചയക്കാരുമല്ലോ. ഇത് കവിന്റെ സ്കൂളിൽ പഠിക്കുന്ന നിലയുടെ മുത്തശ്ശിയ. ഓ അങ്ങനെയാണ്. അതുപോട്ടെ, അളിയൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ അകത്തോട്ടല്ലേ? വാ മോനെ. അമ്മേ, ഞാനെന്നാ അകത്തേക്കൊന്ന് ചെല്ലട്ടെ. ശരി മോൻ ചെല്ല്, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. ശരി അമ്മ, ശരി. വാ വാ മോനെ, ഇരിക്കും മോനെ, ഇരിക്കേ. നീ പേടിക്കാതിരിക്കേ. മാഡം, നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരി, നിങ്ങൾ ഓക്കേ. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തോളൂ. ഞാൻ അങ്ങോട്ടേക്ക് ഓക്കേ സിസ്റ്റർ. ശരി. ശരി, എന്നാ നമുക്ക് പോവാം. പേടിക്കൊന്നും വേണ്ട. ഞാൻ ആ കാര്യം പറയാനൊന്നും അല്ല വന്നത്. ഞാനിപ്പോ വേറൊരു കാര്യം പറയാനാ വന്നേ. എന്താ കാര്യം? നമ്മുടെ നിലമോളുടെ കൂടെ പഠിക്കുന്ന കവിനില്ലേ, അതെ, അവന്റെ അച്ഛമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഈ ഹോസ്പിറ്റലിൽ തന്നെയാ അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ്. സർ, അവരെ വാർഡിലേക്ക് മാറ്റണം. മാഡത്തിന് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാ പോകുമ്പോ ഒന്ന് അവരെ ചെന്ന് കണ്ടിട്ട് പോവാന്ന് ഞാൻ നിന്നോട് പറയാൻ വന്നേ. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ആരാ പറഞ്ഞത്? അത് പിന്നെ ആ കവിൻ മോന്റെ അച്ഛനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നു. ആ കൊച്ച പറഞ്ഞത്. ഓ അങ്ങനെയാണോ? വാ, നമുക്ക് റൂമിൽ പോയി ഒന്ന് കാണാം. എവിടെ അമ്മേ? ഇവിടെ ആരും ഇല്ലല്ലോ. അതറിയില്ല, ഇവിടെയാണെന്നാണല്ലോ പറഞ്ഞേ. ഇനി ഒരു പക്ഷേ ഡിസ്ചാർജ് ആയി കാണോ? ചെലപ്പോ ആയിട്ടുണ്ടാവും. പക്ഷെ ആ പയ്യൻ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്നാണല്ലോ. വിജി, കടയിൽ നിന്ന് എനിക്ക് അടിക്കടി ഫോൺ വന്നോണ്ടിരിക്കുക. നീ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോ, ഞാൻ കടയിലേക്ക് പോവാണേ. നിക്ക്, ഞാനും വരാം, ഒന്നിച്ചു പോവാം. എടി നിന്നെവിടെ? ഇനി ഈ കൈയും വെച്ചിട്ടാണോ നിനക്ക് ജോലിക്ക് പോണ്ടത്? മര്യാദക്ക് വീട്ടിലോട്ട് വാ. കൈ ശരിയായിട്ട് ഇനി കടയിൽ പോയാ മതി. അതെ വിജി, നീ വീട്ടിൽ പോയി നല്ലോണം റെസ്റ്റ് എടുക്ക്. ഞാൻ ഓണറോട് പറഞ്ഞോളാം. എന്നാ ശരി മോനെ, നീ ചെല്ല, ഞാൻ വൈകിട്ട് കോൾ ചെയ്യാം. ശരി വിജി. വാ അമ്മേ, പോവാം. ഓട്ടോ ഇങ്ങോട്ട് പോണ്ടോ മാഡം? പോരൂര് വരുന്നു. കേറിക്കോ, നമുക്ക് പോവാം. ഇത്രയും നേരം ഈ വിജയോടെ ഉണ്ടായിരുന്നു. ഓട്ടോ 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 മിസ്സായില്ല.
ഇവളെന്താ ഇവിടെ? ഇവളെവിടെയെങ്ങാനും വെച്ച് വിക്രമെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവരൊന്നിക്കുമായിരുന്നല്ലോ. അത് നടക്കാൻ പാടില്ല. അവള് എവിടെ